ഹായ് ഹലോ നമ്മൾ കുറേ നാളായി ഒരു ആർട്ടൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആർട്ട് ചെയ്യാം. വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു ആർട്ടാണ്. ഇത് വരച്ച് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് കൂടിയാണ് ഇത്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ആദ്യം നമ്മൾ വരയ്ക്കാനുള്ളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറേ ലൈൻസ് വരച്ചെടുക്കുക. ഒരു പോളിഗൺ ഷേപ്സൊക്കെ വേണം. ആ ഒരു രീതിയിൽ ഇതുപോലൊക്കെ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ലൈൻസൊക്കെ വരയ്ക്കാനായിട്ട് ഒരു ബ്ലാക്ക് കണക്ടർ പെനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പേനയും യൂസ് ചെയ്യാം, ബ്ലാക്ക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വരയ്ക്കാനായിട്ട് മൂന്ന് ഷെയ്ഡ്സ് വേണം. അപ്പോൾ ഞാനിവിടെ ഗ്രീനിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് മുതൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 കളേഴ്സ് എടുക്കണം. ഗ്രീനിൻ്റെ തന്നെ ഡാർക്ക് വേരിയൻറ്റ് മുതൽ ലൈറ്റ് വേരിയൻറ്റ് വരെയുള്ള ഷെയ്ഡ്സാണ്. അപ്പം ഒരു കോർണറിൽ നമ്മൾ വരച്ച പോളിഗൺസിൻ്റെ ഒരു കോർണറിൽ നമ്മളെന്ത് ചെയ്യുക, ഡാർക്ക് ഷെയ്ഡ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ അറിയാം, പോളിഗൺസിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഗ്രീനിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഗ്രീനിൻ്റെ നമ്മളിപ്പം വരച്ചതിൻ്റെ കുറച്ചും കൂടെ ലൈറ്ററായിട്ടുള്ള ഒരു ഷെയ്ഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പേസ്റ്റൽ കളേഴ്സിനകത്തു നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡോംസിൻ്റെ തന്നെ ബ്രഷ് പെന്നിൻ്റെ പേസ്റ്റൽ കളേഴ്സിൽ നിന്നാണ് ആ ഒരു ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ വരച്ച് ആദ്യം ഡാർക്ക് കളർ വരച്ചു, അതിനോട് ചേർന്ന് തൊട്ട് മുകളിൽ അതിൻ്റെ ഒരു ലൈറ്റ് കളർ വരച്ചു. അതിൻ്റെയും ലൈറ്റ് കളറാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ 3 ലെയേഴ്സായിട്ട്, അല്ലെങ്കിൽ 3 അടുക്കടുക്കായിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഡാർക്ക് കളർ, പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളർ, പിന്നെ നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു റിലാക്സിങ് പ്രോസസ്സ്. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് വരയ്ക്കുന്നതെന്നൊക്കെ തോന്നും, പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്സ്, അടിപൊളിയാണ് ഫൈനൽ റിസൾട്ട്. അങ്ങനെ നമ്മളത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പോളിഗൺസ് നമ്മൾ ആ ഡാർക്ക് ഷെയ്ഡ്സ് വരച്ച ആ ഒരു കോർണറിലെ അതിൽ നിന്ന് ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുക. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ വരയ്ക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ വരച്ച് എടുക്കുക. ഇത് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത് വരയ്ക്കാൻ അത്യാവശ്യം ഒരു 1.5 മണിക്കൂറൊക്കെ വേണം ഇത് വരച്ചെടുക്കാൻ. കാരണം ഇത് ലാസ്റ്റ് ഇനി കളറൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ. അപ്പോൾ അതിന് നല്ല ടൈം വേണം. അപ്പോൾ പെറ്റൽസ് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള ഈ പെറ്റൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫൈൻ ലൈനറിൻ്റെ പെന്നാണോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ബ്ലാക്ക് കളറാണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഗ്യാപ്പ് കുറവുള്ള ഭാഗത്തൊക്കെ വളരെ പോയിൻ്റ് ആയിട്ടുള്ള പെൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ജെൽ പേന, ഫ്ലെയറിൻ്റെ ഗ്ലാസ് ജെൽ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്യാപ്പെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെറ്റൽസിൻ്റെ നടുക്ക് നിന്നും പെറ്റൽസിൻ്റെ ഒരു കോർണർ സൈഡിൽ നിന്നും അറ്റത്തോട്ട് ഒരു ലൈൻ വരച്ചിട്ട് 2 ഡോട്ട് കൊടുക്കുക. ഈ പടത്തിൽ ഞാൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ രീതിയിൽ ഒരു ലൈന് 2 ഡോട്ട്, അങ്ങനെ എല്ലാ പെറ്റൽസിലും അത് നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഇത് എല്ലാ പെറ്റൽസിലും വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആർട്ട് റെഡി ആയിരിക്കും. ആൻഡ് നമുക്കിത് വരയ്ക്കുമ്പോൾ ഒരു ലോങ് പ്രോസസ്സായിട്ടൊക്കെ തോന്നാം, ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ്സ്, അടിപൊളിയാണ്. നമ്മൾ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. നമ്മൾ ഇത്രയും മണിക്കൂർ നമ്മൾ മെനക്കെട്ട് നമ്മളിത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.